അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വളവള നനയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് come on. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തൃപ്പരപ്പിൽ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ തൃപ്പരപ്പിൽ പോകുന്ന വഴിയിൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം മഴ സമയമായതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടും. കാരണം അത്യാവശ്യം വഴുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെള്ളം വന്ന് കുത്തി ഒലിച്ച് ഇടയ്ക്ക് ചെറിയ കയങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല 8ന്റെ പണി കിട്ടും. ഞാൻ വന്നിറങ്ങി കണ്ട ദേഹം മൊത്തം ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ മഴ മാറിയിട്ട്. എന്നാലും ഇപ്പോൾ ആകാശമെല്ലാം നല്ല മേഘാവൃതമാണ്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് വരെ നല്ല മഴയായിരുന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മഴ മാറിയിട്ട് ഒരു 5 മിനിറ്റേ ആയുള്ളൂ. അതുവരെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. എൻ്റെ ദേഹം മൊത്തം നനഞ്ഞ് കുളിച്ചാണ് ഇവിടെ വന്ന് കയറിയത്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ KSRTCയുടെ ഒരു സർവീസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തൃപ്പരപ്പിലോട്ട് വരാനായിട്ട്. ഇപ്പോൾ സർവീസൊന്നുമില്ല. നമുക്ക് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സർവീസേ ഉള്ളൂ, ഒരു തമിഴ്നാട് സർവീസ്. ആ വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ വന്ന് അങ്ങനെ ഒരു ദിവസം ഒരു 3 ട്രിപ്പാണെന്ന് തോന്നുന്നത്. കാറിലോ ബൈക്കിലോ വന്നാൽ നമുക്ക് ഈ തൃപ്പരപ്പിൻ്റെ പ്രകൃതി രമണീയത നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ഏകദേശം എത്തുന്നതിന് ഒരു 3-4 കിലോമീറ്റർ മുമ്പ് വരെ നല്ല രീതിയിലുള്ള സീനറി ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളൊക്കെ ഉണ്ട്. 1-2 റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ്, 10-200 ഏക്കറിന് പുറത്ത് വരും. പിന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം കടന്നാണ് നമ്മൾ ഈ തൃപ്പരപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ, കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇറങ്ങി കടവിൽ നിന്ന് കയറിയിട്ടുണ്ട്. കയറാൻ കാര്യം വേറെ ഒന്നുമല്ല, ഒരു 3-4 പേര് അത്യാവശ്യം ഒരു ബലിക്കടമാണത്. അപ്പോൾ ചിതാഭസ്മൊക്കെ നിമഞ്ജനം ചെയ്യാൻ 2-3 ടീംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അസ്ഥിയൊക്കെ ഒഴുകി കളഞ്ഞിട്ട് ബാക്കി അവരെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 1-2 കിലോമീറ്റർ ഉണ്ട്. എവിടെ പോവാൻ? തൃപ്പരപ്പിൽ പോവാൻ. അപ്പോൾ നമ്മൾ നേരെ തിരിക്കുവാണേ. ബൈക്ക് പാർക്ക് ചെയ്തു. ബൈക്കിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വലിയ വണ്ടിക്കൊക്കെ അതിനനുസരിച്ചുള്ള ചാർജാണെന്ന് തോന്നുന്നു. പൈസ അപ്പോൾ നമ്മൾ ആദ്യം മെയിനായിട്ടുള്ള എൻട്രൻസ് വഴിയല്ല കയറുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്കിവിടെ അത്യാവശ്യം നമുക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എനിക്കിവിടെ ഉള്ള അത്യാവശ്യം സ്പോട്ടുകളും കാര്യങ്ങളും വഴിയൊക്കെ അറിയാം. വന്നപ്പോൾ അത്യാവശ്യം താമസിച്ചിട്ടുണ്ട്. നല്ല മഴയൊക്കെ നനഞ്ഞ് ശരീരം പോകുന്നതാണ് വന്നിട്ടുള്ളത്. ഒരു ചായ കുടിക്കാൻ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഒരു ചായ കുടിച്ചതിൽ ഒരു പലഹാരം കഴിച്ചേ. പക്ഷേ ആ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിവടയാണ് കഴിച്ചത്. ഉള്ളിവട 10 പൈസയ്ക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് കൊള്ളില്ല. കുറേ കളറും വാരി ചേർത്ത് കുറേ ഉള്ളിയും വാരിയിട്ട് എണ്ണയിലെടുത്ത് എങ്ങനെ ആക്കും വേണ്ടാത്ത രീതിയിൽ വെച്ചിരിക്കുന്നു. ചായ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും നിങ്ങൾ വരുമ്പോൾ അത്യാവശ്യം ഇതുപോലെ ആഹാരം കഴിക്കുമ്പോൾ പിന്നെ വൃത്തിയും കാര്യങ്ങളൊന്നും നമ്മൾ അവിടുത്തെ കേരളത്തിലുള്ളതിൻ്റെ 10-1 ഭാഗം വൃത്തി പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിറങ്ങിയ സമയത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് കാണിച്ചു തന്നല്ലോ ഒരു എൻട്രൻസ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൃപ്പരപ്പിലുള്ള ഒരു ശിവൻ കോവിലാണ്. ശിവൻ കോവിൽ പക്ഷെ നമുക്കിപ്പോൾ ഇതിനകത്ത് കയറാനുള്ള
ആ ഒരു പെർമിഷൻ നട അടച്ചിട്ടുണ്ട്. അതായത് രാവിലെയും വൈകിട്ടും മാത്രമേ നട തുറക്കത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. ശരി, അപ്പോൾ നമ്മൾ നേരെ മെയിനായിട്ടുള്ള എൻട്രൻസ് വഴിയല്ല തൃപ്പരപ്പിനകത്ത് കയറിയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വഴി നമുക്ക് നേരെ ഒരു ബൈ റോഡുണ്ട്. ബൈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റോഡ്. നമുക്കിതിൻ്റെ പുറകു സൈഡ് പോയി അവിടുത്തെ തടയണയും പിന്നെ അക്കോടായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പൈസപ്പോൾ കണ്ടോ, നമ്മളിതിൻ്റെ പുറകു സൈഡ് വന്നപ്പോഴേ ഇവിടെ ഒരു അക്കോഡായിട്ടുണ്ട്. അക്കോഡായിട്ട് എന്ന് പറഞ്ഞാൽ മാട്ടൂർ അക്കോഡാറ്റിൽ പോണ വെള്ളം ഇവിടെ നിന്നാണ് പുറന്തള്ളി ഡിസ്പോസായി പോകുന്നത്. പിന്നെ ഇത് നമുക്ക് പണ്ട് കെട്ടിയ ഒരു തടയണയാണ്. തടയണ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വെള്ളം കുറവുള്ള സമയത്തും അത്യാവശ്യം അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം സ്റ്റോറായി നിന്നിട്ട് ആ ഒരു അളവിൽ എപ്പോഴും വെള്ളം സ്റ്റോറായി നിൽക്കും. ബാക്കിയുള്ള വെള്ളം മാത്രമേ പുറത്തോട്ട് വരാത്തുള്ളൂ. പൈസ അപ്പോൾ നേരെ ആ കടവിൽ നിന്ന് മുമ്പോട്ട് അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ അല്ല, ആ പാലം ഉണ്ടല്ലോ, ആ നടപ്പാലം, ആ തടയണ നേരെ തൊട്ട് മുകളിൽ ഒരു നടപ്പാലമുണ്ട്. ആ നടപ്പാലത്തിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും. കാരണം ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം വരും. 3-4 വർഷം മുമ്പ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കൈസ്. ഇവിടെ പേച്ചിപ്പാറ ഡാം, ചിറ്റിപ്പാറ തന്നെ 2-3 ഡാമുണ്ട്. പെരിഞ്ചാനി ഡാം, ചിറ്റാർ ഡാം 1, ചിറ്റാർ ഡാം 2, ചിറ്റാർ ഡാം തടാകം, പിന്നെ ശുചീന്ദ്രം, കന്യാകുമാരി, പിന്നെ കുളച്ചൽ, തേങ്ങാപ്പട്ടണം ബീച്ച്, ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. അപ്പോൾ അന്നൊന്നും നമ്മൾ ഈ വ്ളോഗിങ് ഫീൽഡിലോട്ട് വന്നിട്ടില്ലല്ലോ. ഇവിടെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രത്തിൻ്റെ കടയിൽ ആന എടുത്തിട്ടുണ്ട്. ആന പിണ്ടൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ആന ഇന്ന് രാവിലെ അവർ ആനയെ കുളിക്കാൻ കൊണ്ടുപോകുന്ന ഒരു കടവ് ഇതാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ആനയെ കുളിച്ച ഒരു ലക്ഷണം ഉണ്ട്. എന്തായാലും ഇത് ആനയ്ക്ക് വേണ്ടി കുളിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു കടവ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കാരണം ആനയ്ക്ക് തന്നെ നിൽക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിലല്ലേ ആനയ്ക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ. ആന ഈ ചറവി ഈ കയത്തിലാകപ്പെടുകയല്ല, എങ്കിൽ അത്യാവശ്യം വെള്ളം വേണം. അതല്ല സീന്. സംഭവം കുഴിയിലൊക്കെ ചറവി ഇതിൻ്റെ മുട്ടൊക്കെ വന്ന് ഇടിച്ചാലേ കാലുവല്ല പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൻ സീനല്ലേ. നമുക്ക് മനുഷ്യനാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി അല്ല, മറ്റേ നമ്മുടെ ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ട് നമുക്ക് നേരെ എടുക്കാം. ആനയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ജീവി ആകുമ്പോൾ അതൊക്കെ നല്ല സീനായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ആന കുളിക്കുന്ന ആ ഒരു കുളിക്കടവ് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് അക്കോടാറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുത്തെ ആന എവിടെയാണ് ചേച്ചാ കെട്ടിയിട്ടിരിക്കുന്നത്? വീട്ടില്ല? പിടിയാണോ കുമ്പനാണോ? ഏത് ഗൈസ്? അപ്പോൾ അക്കോടാറ്റിലൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ട് ഗൈസ്. നല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവർ ചെറിയൊരു പ്ലോട്ട് പോലും പാഴാക്കുന്ന, ഒരു ചെറിയൊരു പ്ലോട്ട് കിടന്നാൽ പോലും അവിടെ എന്തെങ്കിലും ഒരു കൃഷി അവർ ചെയ്യും. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് കൃഷിക്ക് വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടല്ല, വെള്ളം. അപ്പോൾ ഇവർക്ക് കൃഷിക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഘടകം എന്ന് പറഞ്ഞാൽ വെള്ളം. ഇവിടെ കൃഷിക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ ഇല്ലാത്തത് അതാണ്. അപ്പോൾ അതല്ലേ നമ്മളെന്തായാലും ഈ വിഷം വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മളവിടെ കൃഷി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവരെ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എന്നാലും സൂപ്പർ കഴിച്ചു. കഴിച്ചപ്പോൾ അങ്ങനെ ഒരു 1/4 കിലോ ജാമ്പയ്ക്ക വാങ്ങിയിട്ടുണ്ട്. ജാമ്പയ്ക്ക 1/4 കിലോ 25 രൂപയാണ്. 25 രൂപ. അതിൻ്റെ ഒരു സൈസ് കണ്ടാ നിങ്ങൾ? സൈസ് എൻ്റെ മോനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയൊരു ജാമ്പയ്ക്ക ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ്, എങ്ങനെയാണ്, മധുരമാണോ എങ്ങനെയാണെന്ന്. പൊട്ടണില്ല പൊട്ടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ക്രോസ് ബ്രീഡ്, അങ്ങനെ ക്രോസ് ബ്രീഡെന്ന് ഇവർ ബഡ് ചെയ്ത തൈ എന്താണെന്ന് തോന്നുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ തമിഴിൽ ഇവരെ ഇല്ല, കൃഷിയിൽ ഇവരെ തോപ്പിക്കാനായിട്ട് വേറെ ആരുമില്ല. നല്ല മധുരവും ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് അതിൽ. കുരുവില്ല ഗൈസ്, ഇതിൻ്റെ കുരു മാറ്റി വെച്ച് നമുക്ക് അവിടെ നടാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. കുരുവില്ല സംഭവം. കുരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത്.
ഒരു സീഡില്ല. ശരി, മുമ്പോട്ട് പോവാം. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മളിവിടുത്തെ അക്കോഡാറ്റ് കാണിച്ചു തരാം. അക്കോഡാറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതൊരു തടയണയാണ്, ഒരു ഡാമിൽ നിന്നുള്ളൊരു അക്കോഡാറ്റ് പോലുമല്ല. ഇവർ ചെറിയൊരു തടയണ കെട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും വെള്ളം കൺവേർട്ട് ചെയ്ത് ഒരു ചെറിയ ചാനൽ പോലെ കൃഷിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈ വെള്ളത്തിൻ്റെ ഒരു അളവും തുറന്നു വിട്ടിരിക്കുന്ന ആ ഒരു ഷട്ടറും ആ ഒരു മെത്തേഡും എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആ അക്കോഡാറ്റിൻ്റെ ആ ഒരു ഷട്ടറും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. കുറച്ചുകൂടെ നമ്മളെ ഈ പാലത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ 2 ഷട്ടർ വരുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് നമുക്കതിൻ്റെ ഫ്രണ്ട് നദിയിലോട്ട് ഒഴുക്കാനും പിന്നെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഒഴുക്കാനും 2 ഡൈവേർട്ടിങ് സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു നടപ്പാലം തന്നെ അവർ കോടികൾ മുടക്കി ചെയ്തിരിക്കുന്ന ആ ഒരു നല്ല അടിപൊളി കാഴ്ച കാണിക്കുക. കണ്ടോ, ഇത് നമുക്കിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ കോൺക്രീറ്റിൽ കോടികൾ മുടക്കി ടൂറിസം പ്ലേസിന് ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് എൻ്റെ മോനെ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാഴ്ച. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ ഈ പാലത്തിലോട്ട് കയറാം ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ പാലത്തിൽ കയറിയിട്ടുണ്ടേ. പാലം പൊളിയല്ലേ, സൂപ്പർ. അമ്മോ എൻ്റെ അമ്മച്ചിയെ ഗൈസ്. അപ്പോൾ ഇത് പണി കഴിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു 10-12 വർഷമായിട്ടുണ്ട്. പിന്നെ ഒരു ഷട്ടറിൻ്റെ നിങ്ങൾക്ക് ഇവിടെ അക്കോഡാറ്റിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, നേരെ അവിടെ 2 ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നേരെ തടയണയിൽ നിന്ന് ഫസ്റ്റ് ലോക്കിംഗ് വരുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് തിരിച്ച് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് വെള്ളം ആവശ്യമില്ലെങ്കിൽ ഈ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നദിയിലോട്ട് പോകും വെള്ളം. ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ തുറന്നത്. അങ്ങനെ നല്ല തലയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അതിൽ കുഴിഞ്ഞ ബുദ്ധിയാണ് പാണ്ടീസിന്. നമ്മളവർ ഒരു രീതിയിലും അത്യാവശ്യം ജോലി ചെയ്യാനെന്ന് പറഞ്ഞാൽ അവരെ പോയിട്ടേ ഉള്ളൂ. ഓ, നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോലിക്കള്ളന്മാരാണ്. അതാണ് ബംഗാളീസ് അവരെല്ലാം ഇവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുന്നത്. മലയാളീസിനല്ലാതെ ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല. ആ തടയണയുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ. എൻ്റെ മോനെ ഏസപ്പോൾ നമ്മൾ ഈ പാലം കയറി മുകളിൽ വന്നപ്പോൾ തന്നെ അക്കോഡാറ്റിൻ്റെ കാര്യം കാണിച്ചു തന്നല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞ മെത്തേഡ് കണ്ടോ. അവിടെ തന്നെ 2 ഷട്ടർ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഈ തടയണയിൽ എപ്പോഴും ഇങ്ങ് വെള്ളം വരണമെന്നില്ല. വേനൽക്കാലത്താണെങ്കിൽ വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് ഇതേപോലെ 2 സൈഡും 2 അക്കോഡാറ്റ് 2 ഷട്ടർ വരുന്ന ഭാഗങ്ങളുണ്ട്. ഇതുവഴി ചെറിയ രീതിയിലുള്ളൊരു വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. ആ ലെവൽ, ആ തടയണയുടെ ലെവലിൽ എപ്പോഴും അവിടെ ആ വെള്ളം കാണും. കാരണം എന്ന് പറഞ്ഞാൽ ബോട്ടിങ്, പിന്നെ അത് പോയിട്ട് ഈ കൃഷിക്ക് വെള്ളം കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഈ താഴോട്ടുള്ള നദിയിലെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ നദി എന്ന് പറഞ്ഞാൽ നമ്മളെ താമ്രപർണി നദിയായിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്നത്. താമ്രപർണി നദി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി ഇതെന്ന് പറഞ്ഞാൽ കോടയാറാണ്. കോടയാറെന്ന് പറഞ്ഞാൽ നമ്മളെ പേച്ചിപ്പാറ ഡാമിൽ നിന്ന് മഴ ഉള്ള സമയത്ത് തീരെ നല്ല വെള്ളം പൊങ്ങിയാലേ ഇവിടെ തുറക്കത്തുള്ളൂ. തീരെ വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്തും ഫുള്ളായിട്ട് വെള്ളം ചെറിയ രീതിയിൽ തുറന്ന് വിട്ടിരിക്കും എപ്പോഴും ഇവിടെ. അപ്പോൾ ഈ കോടയാറാണ് നമുക്ക് ഈ തൃപ്പരപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഇതുവഴി ആ നദി ഇങ്ങനെ ഒഴുകി പോകുന്നത്. കുറച്ച് ദൂരം അങ്ങ് പോകുമ്പോൾ ഇത് താമ്രപർണി നദിയിൽ ഇത് ജോയിൻ്റ് ആവും താമ്രപർണി നദിയുമായിട്ട്. പിന്നെ താമ്രപർണി നദി എന്ന് പറഞ്ഞാൽ ആ ജോയിൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ പറളിയാറ്. നമുക്ക് കുറച്ചപ്പുറത്ത് പെരിഞ്ചാനി ഡാം എന്ന് പറയുന്നുണ്ട്. ഈ പേച്ചിപ്പാറ ഡാം പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പെരിഞ്ചാനി ഡാമുണ്ട്. ഈ പെരിഞ്ചാനി ഡാമിൽ നിന്ന് വരുന്ന പറളിയാറും പേച്ചിപ്പാറ ഡാമിൽ നിന്ന് വരുന്ന കോതയാറും കൂടെ ചേർന്ന് ജോയിൻ്റ് ആയിട്ടാണ് പിന്നെ അവിടെ നിന്ന് താമ്രപർണി നദിയായിട്ട് നേരെ പോയി അറബിക്കടലിൽ അങ്ങ് പതിക്കുന്നത്. അത്യാവശ്യം കുഴിത്തുറയ്ക്ക് ഒരു 5 കിലോമീറ്ററൊക്കെ മുമ്പ് വെച്ചാണ് ഇതങ്ങ് ഒരുമിച്ച് ജോയിൻ്റ് ആവുന്നത്. അത്യാവശ്യം 2018 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കടൽ പോലത്തെ രീതിയിലാണ് ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെള്ളപ്പൊക്കം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ആ സമയം. എൻ്റെ മോനെ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ മൂട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി പ്രഷറിലാണ് വെള്ളം, ഈ കലക്ക വെള്ളം വന്ന് വീഴുന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് എന്തായാലും മുമ്പോട്ട് പോവാം.
അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേരെ കണ്ട്. പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് നീന്തി ആർമതിച്ച് തിമിർത്ത് മറിയുകയാണ്. കണ്ടോ? നല്ല രീതിയിൽ കുളിച്ച് മറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഗൈസ്. ഒരു അബദ്ധം പറ്റിപ്പോയി. വേറെ 1-2 തുണികളൂടെ എടുക്കേണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി കുളിക്കായിരുന്നു അല്ലേ? അവിടെ ഇറങ്ങി ഡ്രസ്സ് എടുത്തില്ല. ഡ്രസ്സ് എടുത്തിരുന്നെങ്കിൽ നമുക്കും ഇതേപോലെ അത്യാവശ്യം അവിടെ ഇറങ്ങി കുളിക്കായിരുന്നു. എന്തായാലും അബദ്ധം പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സുഖമായിരിക്കും ഗൈസ്. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണത് കാണാനായിട്ട്. നമുക്ക് ഇറങ്ങി നിന്ന് കുളിച്ചാലും നല്ല ഒരു രസമായിരിക്കും അല്ലേ? ഗൈസ്, അപ്പോൾ നമുക്ക് വന്ന രീതിയിൽ നല്ല രീതിയിൽ അബദ്ധം പറ്റിപ്പോയി ഗൈസ്. എന്തായാലും ഞാൻ വിചാരിച്ചില്ല ഇപ്പം മഴയൊക്കെ പെയ്തേ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല രീതിയിൽ, കാരണം നമ്മുടെ നെയ്യാറ്റിൻകര ലൊക്കാലിറ്റിയിലൊക്കെ ഇന്നലെയും ഇന്നും ഞാൻ ഇറങ്ങി ഏകദേശം ഇവിടെ എത്തി ഒരു 10 മിനിറ്റായുള്ള മഴ തീർന്നിട്ട് ശരീരമെല്ലാം നനഞ്ഞാണ് വന്നത് നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാണ് വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തത്. കാരണം അല്ലെങ്കിൽ നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയും കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ പാറക്കൂട്ടങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും അപകട സാധ്യത ഉള്ള സ്ഥലത്ത് ഇറങ്ങില്ല. ഇവിടെ പിന്നെ അഥവാ പെട്ടുപോയി കഴിഞ്ഞാൽ, നല്ല വെള്ളമുള്ള സമയത്ത് പെട്ടുപോയി കഴിഞ്ഞാലേ നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങ് ഒഴുകിപ്പോയി കയത്തിലകപ്പെട്ട് കയത്തിലകപ്പെട്ട് ചാവും. അല്ലെങ്കിൽ നേരെ അവിടെ നല്ല കുത്തനെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ അങ്ങ് വന്ന് വിടുന്ന് തല തറയിലിടിച്ച് 4-3 പീസായി അങ്ങ് തെറിക്കും നമ്മൾ. അങ്ങനത്തെ ഒരു സീനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര വെള്ളമില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പേച്ചിപ്പാറ ഡാം തുറന്നു വിട്ടിട്ടുള്ള വെള്ളമാണ്, മഴ പെയ്തിട്ടുള്ള വെള്ളമല്ല. എങ്കിൽ ഈ വെള്ളത്തിനൊക്കെ ഒരു കളർ വ്യത്യാസം കാണുമായിരുന്നു. അത്യാവശ്യം ചെളി കലർന്ന ഒരു കളറായിരിക്കുമായിരുന്നു എനിക്ക് വെള്ളത്തിനെ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും കാഴ്ചകൾ കണ്ടാലും മുമ്പോട്ട് പോകാം. പക്ഷെ അവിടുത്തെ അക്കോഡാറ്റ് തുറന്ന് വെച്ചിട്ടുള്ളതിനേക്കാളും നല്ല കുറച്ചുകൂടെ വലിയ രീതിയിൽ ഇവിടുത്തെ ആ ഒരു അക്കോഡാറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇത് അക്കോഡാറ്റ് എന്ന് പറഞ്ഞാൽ നേരെ നദിയിലോട്ട് തുറന്നു വെച്ചിട്ടുള്ള അക്കോഡാറ്റാണ്. നദിയിലോട്ട് തുറന്നു വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്, ഈ വേനൽ സമയത്ത് ഇത് കവിഞ്ഞ് ഒഴുകാനായിട്ട് വെള്ളം കാണത്തില്ല. അപ്പോൾ ആ അക്കോഡാറ്റ് ഒരു ചെറിയൊരു അളവിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ നദിയിൽ എപ്പോഴും ഒരു ചെറിയൊരു നീർച്ചാല് പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. നമുക്ക് ആറ്റിലൊരിക്കലും വെള്ളം കുറവ് വരാൻ പാടില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം കുറവ് വരാൻ പാടില്ല. കേന്ദ്രത്തിലേക്ക് ബലിക്കടവിൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 സൈഡിലുള്ള ചെറിയ അക്കോഡാറ്റ് ഒരു ഷട്ടർ ക്രമീകരിച്ച് നേരെ ഇവർ നദിയിലോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഈ മഴ സമയമാകുമ്പോഴേ ഈ അക്കോഡാറ്റ് ഇവർ ഷട്ടർ താഴ്ത്തും, നേരെ ഇത് കവിഞ്ഞ് വെള്ളം വരും. മനസ്സിലായല്ലേ? ശരി, മുമ്പോട്ട് അപ്പോൾ നമ്മൾ നേരെ അവിടെ നയിച്ചിട്ടുണ്ട്. ഇനി നേരെ താഴോട്ട് പോവുകയാണ്. താഴോട്ട് നമ്മൾ ബോട്ട് കെട്ടിയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഷട്ടർ വരുന്ന ആ ഭാഗം. ഷട്ടറേ ഗൈസ്, അവിടെ എല്ലാം അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളെല്ലാം നിറഞ്ഞ് കിടപ്പുണ്ട്. എന്നാലും വേറെ വലിയ സീനൊന്നുമില്ല. വെള്ളം അഥവാ ഇവിടെ ഈ ഷട്ടർ ബ്ലോക്ക് ആയാലും വെള്ളം പോകാനായിട്ട് അങ്ങനത്തെ ഒരു ഷട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്, നമുക്ക് വെള്ളത്തിൽ നമ്മൾ പങ്കായം കൊണ്ട് തുഴഞ്ഞ് വേണമെങ്കിൽ പോവും. നമുക്കങ്ങനെ അല്ലാതെ പെടൽ വഴി ചവിട്ടി പോവാം. അല്ലാതെ പിന്നെ ഈ 2 മെത്തേഡ് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ വള്ളങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 പേർക്ക് പോകാൻ സൈസിൽ കണക്കിനുള്ള വെള്ളമുണ്ട്. ഒരു 10-12 പേർക്ക് പോകാൻ കണക്കിനുള്ള വെള്ളവുമുണ്ട്. പിന്നെ പെഡൽ ബോട്ടിലെന്ന് പറഞ്ഞാൽ 2 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പെഡൽ ബോട്ടിലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തുകൊണ്ട് ടിക്കറ്റ്. അപ്പോൾ നല്ല രീതിയിൽ കണ്ടോ ബോട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പെഡൽ ബോട്ടിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്ര സമയം വേണം നമുക്ക് പെഡൽ ബോട്ടിൽ കറങ്ങാം. കാരണം ഇതിൽ ഇന്ധന ചിലവ് അങ്ങനെ ഒന്നും വരുന്നില്ല. പക്ഷെ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്ര സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവർ ഇവിടെ 2-3 കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിനെപ്പുറത്തോ അപ്പുറത്തോ വരാൻ പാടില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങോട്ട് വന്നാൽ ഒഴുക്ക് കൊണ്ടുവന്ന് നേരെ ഇങ്ങോട്ട് കമത്തി മറിച്ച് കളയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അവർ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും പോകാൻ പാടില്ല. ഇതിനകത്ത് നിന്നുള്ള ബോട്ടിങ്ങാണ് അവർ പിന്നെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടോ. ഇവിടെ നിന്ന് ഈ ഷട്ടർ വഴി വെള്ളം പോകുന്നത് കണ്ടോ. സൂപ്പർ കാഴ്ചയാണ്. എൻ്റെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ഗൈസ് ഞാൻ വന്ന സമയത്തെ ഇവിടെ ചെറിയ പടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിത് വഴി ഇറങ്ങാനും കയറാനും. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ഇവർ ഈ പടിയൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ തടയണ പോലെ. അത്യാവശ്യം ഒരു 3 ആളിൻ്റെ താഴ്ച വഴിയേ ഇതിനകത്ത്.
ഇതിനകത്ത് 3 ആളിൻ്റെ താഴ്ച വരും. നല്ല സൈസുള്ള മീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയൊരു അനക്കവും കാര്യങ്ങളൊന്നും പാടില്ല. ഇവിടെ എപ്പോഴും ചാടി മറിയക്കവും വെള്ളത്തിൻ്റെയും ബോട്ടിങ്ങും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ആ ഒരു വെള്ളത്തിലൊക്കെ ഒരു ശാന്തതയായിരിക്കണം, എന്നാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്ക് പിടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കോടയാർ ഒഴുകുന്ന ഈ നദിക്ക് കുറേ ഒരു പാലം കിട്ടിയിട്ടുണ്ടല്ലോ, അതുവഴിയല്ലേ നമ്മൾ നേരെ വന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ അത്യാവശ്യം കൊച്ചു പിള്ളേർ കളിക്കാനുള്ള പാർക്ക് അതിൻ്റെ ബോട്ട് ക്ലബിൻ്റെ അവിടെ ഉണ്ട്, നേരെ ഇപ്പുറ സൈഡുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊച്ചു പിള്ളേർ കളിക്കാനുള്ള വലിയ ജാളി, പിന്നെ അത് പോയിട്ട് ദിനോസർ, കാണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ് എല്ലാ സ്റ്റാച്ചുകൾ അവിടെ ഉണ്ട്. പിന്നെ ഇതിന് ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ ആൾക്കാരൊന്നും ഇത് കയറി ദയവ് ചെയ്ത് നശിപ്പിക്കല്ലേ, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാലം കയറി വന്ന സമയത്ത് ഒരു കനാല് കണ്ടു. ഞാൻ വിചാരിച്ചു ഒരു കനാലേ ഉള്ളൂ എന്ന്. പക്ഷേ 2 സൈഡും 2 കനാലുണ്ട്. ഇതിൻ്റെ 2 സൈഡിൽ കൂടെ 2 റൂട്ടിലോട്ട് കൃഷിക്ക് വേണ്ടി 2 കനാല് പോകുന്നുണ്ട്. ശരി, ഇനി നിങ്ങൾ അലമ്പാക്കുന്നില്ല, നമുക്ക് നേരെ അങ്ങ് താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിനായിട്ട് കയറാനുള്ള മെയിനായിട്ടുള്ള എൻട്രൻസ്. ഇവിടെ ടിക്കറ്റും ചാർജൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരുപാട് സ്റ്റാളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങണ്ട, തിരിച്ച് വരുന്ന വഴിക്ക് പർച്ചേസ് ചെയ്താൽ മതി. പോകുന്ന വഴിക്ക് ചായ എന്താ പറയുക, കറിയും എടുത്ത് കഴിച്ചിട്ട് പോണേ. നമുക്ക് പറയാൻ പറ്റില്ല, സീനാവും. ടിക്കറ്റ് എടുക്കാൻ പോകാം. ടിക്കറ്റ് കൗണ്ടർ പൈസ. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ 20 രൂപ എടുത്തിട്ടുണ്ട്. 20 രൂപ ടിക്കറ്റാണ്. അത്യാവശ്യം എന്താണെന്ന് വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം താഴോട്ട് പോകുമ്പോൾ. പോകുന്ന വഴി 2 സൈഡും അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളെല്ലാം വേണ്ട എൻ്റെ മോനെ പൊളിച്ചു ഇല്ലേ? ഗൈസ്, അപ്പോൾ വന്ന് ഇറങ്ങുന്ന വഴി തന്നെ നമുക്ക് വന്നിറങ്ങുന്ന വഴി തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു ലവിൻ്റെ മാതൃകയിൽ അവർ നല്ല ചെടിയെല്ലാം പറ്റി നല്ല രീതിയിൽ കടന്നു വരുന്നുണ്ട്. ഇനി പോകുമ്പോഴേ ബാക്കിയുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ കാണാനുള്ളത് നല്ല രീതിയിൽ. ഗൈസ്, അപ്പോൾ വേറെ എൻ്റെ മോനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളെ മിനി ആതിരപ്പള്ളി തന്നെ ഇത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഓഫീസുകളെല്ലാം ഉണ്ടല്ലോ, സ്കൂൾ മാത്രം അവധിയായിരിക്കും. പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്. ഈ പാണ്ടുകളെ വേറെ ആരുമില്ല. ഇനി അങ്ങോട്ട് പോകാൻ വീഡിയോസ് എങ്ങനെ എടുക്കാൻ പറ്റും നടന്നിട്ട്. കാരണം ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ട് ഗൈസ്. അവിടുത്തെ സീനൊക്കെ ഭയങ്കര വിഷയമെന്ന് പറഞ്ഞാൽ വിഷയം എല്ലാം കുഞ്ഞു അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ സീനായില്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ താഴെ പോകാം. താഴെ പോയി അവർ കുളിക്കുന്ന കാഴ്ചയിലൊക്കെ കാണിച്ചു തരാം. ഒരു വെറൈറ്റി കുളിയാണ്. വെള്ളമെല്ലാം തലയിൽ പടപടപട മണ്ണ് അടിച്ച് പോകുന്ന ആ ഒരു കുളിയെല്ലാം കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാഴ്ച കേട്ടോ. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ പൊളിക്കാം. വെള്ളം കണ്ട വെള്ളം നല്ല രീതിയിൽ നമുക്ക് കുളിക്കാനും പറ്റും. നമ്മൾ കേരളത്തിലുള്ളത് പോലെയല്ല. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ നമ്മളൊരു കടത്തി വിടില്ലല്ലോ നമ്മളെ കേരളത്തിലാണെങ്കിൽ. ആ വെള്ളം കണ്ട വന്ന് വരുന്നത്. എത്ര ആൾക്കാരാണ് അവിടെ കുളിക്കുന്നത്, അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം.
നമ്മളെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം, തൃപ്പരപ്പ് വാട്ടർഫാൾസ്. എങ്ങനെയുണ്ട് മച്ചാന്മാരെ, കുളിച്ചാ? ഇത് നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. കോടിക്കണക്കിന് രൂപ വരുന്നത് കണ്ടോ അവരെ? ആർക്കും പ്രയോജനമില്ലായിരുന്ന സ്ഥലത്ത് ഒരു കുളിക്കാനുള്ള ഒരു കടമെല്ലാം ചെയ്ത് എന്തുമാത്രം ടൂറിസ്റ്റുകൾക്ക്, എന്തുമാത്രം കച്ചവട സ്ഥാപനങ്ങൾ, എന്തുമാത്രം ആൾക്കാർ തേടി വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള വെള്ളം എന്താണ് പറയാൻ, ഒരു മീഡിയം വെള്ളം എന്നേ പറയാൻ പറ്റൂ. പക്ഷെയാണ് മഴ സമയത്തൊക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ഇതല്ല. ഇപ്പോൾ ഈ പേച്ചിപ്പാറ ഡാം തുറന്നു വിട്ടിട്ടുള്ള ആ ഒരു വെള്ളമാണ് നല്ല രീതിയിലേക്ക് വരുന്നത്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കാണാം നമുക്ക് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കഴിച്ചപ്പോൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എല്ലാം കണ്ടോ. അത്യാവശ്യം വലിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ ചാറ്റൽ മഴയും നമ്മൾ പേച്ചിപ്പാറ ഡാമെല്ലാം തുറന്ന് വിട്ടിട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള വെള്ളം പുറത്ത് വരുന്നുണ്ട്. മഴയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവസ്ഥ. അത്യാവശ്യം കലങ്ങൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമായിരുന്നു. അത്യാവശ്യം ഇപ്പോൾ വേറെ കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ കുളിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ അവർ നമുക്ക് കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സേഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ വെള്ളം കൂടുതലായിരുന്നാലും നല്ല വഴി ചറക്കലൊക്കെ കാണും, എന്നാലും പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സേഫായിരിക്കാൻ വേണ്ടി അവിടെ ഗ്രില്ലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ ടൂറിസം എന്ന് പറഞ്ഞാൽ, ടൂറിസം ഡെവലപ്മെൻറ്റ്. പിന്നെ ആൾക്കാർക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്ന സ്ഥലമാണത്. അങ്ങനെ നല്ല രീതിയിൽ ഓൾട്ടറേറ്റ് ചെയ്ത് നല്ലൊരു വിശാലമായിട്ടുള്ള ഇത് മിനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാം. നിങ്ങളിവിടെ വന്നാലേ അതിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. 100% ഉറപ്പെന്ന് പറഞ്ഞാൽ 100% ഉറപ്പ്. അത്രയ്ക്ക് സൂപ്പർ സ്പോട്ടാണ് സൂപ്പർ സ്പോട്ട്. നിങ്ങൾ പക്ഷേ വന്നു കഴിഞ്ഞാൽ ചുമ്മാ എന്ന് പറഞ്ഞ് കണ്ടിട്ട് നമുക്ക് ഈ മഴ സമയത്തൊക്കെ വന്നാലേ അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനെ പോലെ ഞാൻ കാണിച്ചെന്ന ആ ഭാഗം മാത്രമല്ല വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. അത്യാവശ്യം പിന്നെ വേറെ 1-2 സ്പോട്ടിൽ കുറച്ചുകൂടെ താഴോട്ട് അങ്ങോട്ട് ഇവിടെ നിന്നും വെള്ളച്ചാട്ടമായിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേപോലെ കാളികേശം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പക്ഷേ കുളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല മച്ചാന്മാരെ. ഞാൻ മിക്കവാറും നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് വരും. ഈ വെള്ളച്ചാട്ടം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി 2 ദിവസത്തിനകത്ത് ഞാൻ ഈ തൃപ്പരപ്പ് വരും. എൻ്റെ മച്ചാന്മാരെ വലിയൊരു നഷ്ടമായിട്ട്, വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടം. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ് വേറെ 1-2 സ്പോട്ടുകളിലൂടെ കാണിച്ചു തരാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പണ്ട് വന്ന ആ ഒരു വഴി കൂടെ ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ ആ വഴിയെല്ലാം ഇപ്പോൾ ക്ലോസിങ് ആയിട്ടുണ്ട്. ഇവർ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. വേറെ ഒരു മണ്ഡപവും ആ ക്ഷേത്രത്തിൻ്റെ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, ആ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകെയായിട്ട് ഒരു മണ്ഡപവും കാര്യങ്ങളെല്ലാം ഉണ്ട്. മണ്ഡപം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മണ്ഡപമാണ്. അത് കറക്റ്റായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ബലി മണ്ഡപമാണോ അതോ വേറെ എന്തെങ്കിലും പൂജകൾ നടത്താനാണോ അതാ പിന്നെ വേറെ അങ്ങനെ ഈ ആറാട്ടം നടത്തുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും വിഗ്രഹം കൊണ്ട് വയ്ക്കാനുള്ള ഒരു മണ്ഡപമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ശരി, അത് പോട്ടെ. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെ തന്നെ ഇവിടെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല രീതിയിലുള്ള നല്ല സൂപ്പർ പാർക്ക്. ഇതിൻ്റെ ബാക്കിയുള്ള ഈ കളിപ്പാട്ടങ്ങളെല്ലാം നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഡാമിനകത്ത് തന്നെ ഒരു 4 പാർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു പൂന്തോട്ടം ഞാൻ കണ്ടോ. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പൂന്തോട്ടം കാണിച്ച് തന്നുള്ളത് കയറി വരുമ്പോൾ ആ ചെടി തന്നെ വെട്ടി ഇങ്ങനെ ത്രികോണ ഷേപ്പിൽ വെട്ടിയിട്ട് അതിനകത്തുള്ള ഒരു എംബ്ലമൊക്കെ അത് ഫുള്ള് ചെടിയിൽ ഇതേപോലെ എല്ലാ കേസ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കാണിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് ലേഡീസൊക്കെ കുളിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടും പിന്നെ അവർ ഡ്രസ്സൊക്കെ അങ്ങനെ ഫുള്ള് വെള്ളമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാ രംഗങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കയ്യിൽ. അപ്പോൾ അതാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, കാണിച്ചു.
മഴക്കാലത്ത് പറഞ്ഞ തൃപ്പരപ്പിൽ, എന്നാലേ അതിൻ്റെ ഒരു എൻജോയ് കിട്ടുള്ളൂ. അപ്പോൾ തൃപ്പരപ്പിൻ്റെ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും വരിക. പിന്നെ എനിക്ക് ഒരു കാര്യം വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ തൃപ്പരപ്പ് വരുവാണെങ്കിൽ ബോട്ടിങ് പ്രയോജനപ്പെടുത്തണം. ഇവിടെ ഉള്ള പാർക്ക്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ശിവലോകം പേച്ചിപ്പാറ ഡാമുണ്ട്, മനസ്സിലായോ? പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണം, തൊട്ട് മുകളിലുള്ള ആ ഒരു ചെക്ക് ഡാമിൽ ഇറങ്ങി കുളിക്കണം. ബാക്കി ഇതിൻ്റെ മുകളിലൊരു വ്യൂ ഉണ്ട്, ഒരു പാലം, അക്കോഡാറ്റ്, അതെല്ലാം. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു കുളം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചാലേ ഇതിൻ്റെ ആ ഒരു പ്രകൃതി രമണീയത മനസ്സിലാവുള്ളൂ. ഈ വെള്ളം ഒഴുകി പോകുന്ന വഴിയെല്ലാം അത്യാവശ്യം ഈ പാറകളെല്ലാം നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. ആ വഴിയെല്ലാം കാണാൻ നല്ല സൂപ്പർ കാഴ്ചയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നടത്തുവാണേ. ഈ മഴക്കാലം എല്ലാവരും തൃപ്പരപ്പിനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ബൈ.